അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവേ, അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവേ, മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി, തൃശ്ശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മകളുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡെന്നി താനിക്കലച്ച, ഈ കുടുംബ കൂട്ടായ്മകളുടെ ജനറൽ കൺവീനർ ശ്രീ എ ആൻ്റണി, ജനറൽ സെക്രട്ടറി പോൾ പാറക്കൽ, ട്രഷറർ ശ്രീ വിൻഡോ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്റ്റീജൻ ചക്കാലക്കൽ, ഇന്നത്തെ നമ്മുടെ പ്രമുഖ പ്രഭാഷക സെമിനാർ നടത്തി നമ്മളെ എല്ലാവരെയും പ്രബോധിപ്പിച്ച പ്രൊഫസർ ഡോക്ടർ മേരി റെജീന, കുടുംബ കൂട്ടായ്മകളുടെ അതിരൂപത പ്രതിനിധികളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. തൃശ്ശൂരിലേക്ക് ഇതുപോലുള്ള സഭാ സമ്മേളനങ്ങളിൽ സംബന്ധിക്കാൻ വരുന്നത് എനിക്ക് ആനന്ദകരമായ ഒരു അനുഭവമാണ്. കാരണം എല്ലാ സഭാ ശുശ്രൂഷകളുടെ സന്ദർഭങ്ങളിലും, അത് ദേവാലയങ്ങൾക്കുള്ളിലുള്ളതായാലും പുറത്തുള്ളതായാലും പൊതുസമ്മേളനങ്ങളിലായാലും, നിങ്ങളുടെ തീക്ഷ്ണതയും ആവേശവും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അനുഭവം ഒരിക്കൽ കൂടി ലഭിക്കുമല്ലോ എന്ന് കരുതിയാണ് അഭിമന്യ പിതാവ് ക്ഷണിക്കുമ്പോൾ ഞാൻ ഉടനടി സമ്മതിച്ച് മറ്റേതെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും മാറ്റിവെച്ച് വരുന്നത്. ഇത്രയേറെ പേര് കുടുംബ കൂട്ടായ്മകളുടെ പ്രതിനിധികളായിട്ട് ഇവിടെ സമ്മേളിച്ചു. അതും പൂർണ്ണമായ അച്ചടക്കത്തോടുകൂടി ഈ സമ്മേളനത്തിൽ നിങ്ങളായിരിക്കുന്നു എന്നുള്ളത് പിതാവ് പറഞ്ഞതുപോലെ അഭിമാനാർഹമാണ്, അനുമോദനാർഹമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും അഭിനന്ദനങ്ങൾ. കൂട്ടായ്മ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലപ്പെട്ട പദമാണ്. ഇംഗ്ലീഷിൽ അതിന് കമ്മ്യൂണിയൻ എന്ന് പറയും. ആരോടാണ് നമുക്ക് കൂട്ടായ്മ? പ്രഥമത ദൈവത്തോടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോടാണ്. ആ ദൈവത്തിലുള്ള കൂട്ടായ്മ നമുക്ക് എത്തിച്ചു തന്നത് നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ ഈശോ മിശിഹായിലൂടെയാണ് അത് സഭാതലത്തിലേക്ക് വ്യാപിക്കുന്നത്. ഈശോയിൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ പല കൂട്ടായ്മകളുണ്ടായിരുന്നു. 12 പേരോട് കൂടിയുള്ള അവിടുത്തെ അടിസ്ഥാന കൂട്ടായ്മ, 72 പേരോട് കൂടിയുള്ള കുറച്ചുകൂടെ വിശാലമായ കൂട്ടായ്മ, അതുപോലെ തന്നെ ജനക്കൂട്ടത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മ, തന്നെ അനുഗമിച്ചിരുന്നവർ, ദിനരാത്രങ്ങൾ ഒന്നിച്ചനുഗമിച്ചിരുന്നവർ, ദേവാലയങ്ങളിൽ വിട്ടുപോകാതെ നിന്നിരുന്നവർ, സമതലങ്ങളിലും മലകളിലും സമ്മേളിച്ചവർ, അങ്ങനെ ജനക്കൂട്ടത്തിൻ്റെതായ ഒരു കൂട്ടായ്മയും കർത്താവിനുണ്ടായിരുന്നു. ഇവരെല്ലാം അവിടുത്തെ അനുഗമിച്ചവരാണ്. ഓശാന ഞായറാഴ്ച വരുന്നു. കർത്താവിൻ്റെ ഓശാനയിലാണ് അവിടുത്തെയോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള ഏറ്റവും വലിയ ആനന്ദവും ആവേശവും അവർ പ്രകടിപ്പിച്ചത്. ഇതുപോലെയുള്ള കൂട്ടായ്മയുടെ തുടർച്ചയായിട്ട് ആദിമസഭയിൽ കൂട്ടായ്മ വളർന്നു. ശ്രീ എ ആൻ്റണി സാർ, ഞങ്ങളുടെ ജനറൽ കൺവീനർ, ഒരു നല്ല ലേഖനം ഇന്നത്തെ ഒരു ചെറിയ കുറിപ്പിനെ ഏൽപ്പിച്ചതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് ആദ്യത്തെ സഭയുടെ കൂട്ടായ്മയുടെ സ്വഭാവം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം സംബന്ധിച്ചിരുന്നു എന്ന്. ഇതുതന്നെയാണ് സഭയിൽ ഇന്ന് നടക്കുന്നത്. സഭയിൽ നടക്കുന്ന ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം
പ്രവർത്തനങ്ങളാകാം, ആതുര സേവന പ്രവർത്തനങ്ങളാകാം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാകാം, ഇനിയല്ലെങ്കിൽ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളാകാം. ഈ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരു അതിരൂപതയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതിൽ ഞാനും നിങ്ങളും സന്തോഷിക്കും. ഇവിടെ ഈ എല്ലാ തലങ്ങളിലുമുള്ള സഭാപ്രവർത്തനങ്ങളുടേതായ ഒരു ഔന്നത്യം, വളരെ ഉന്നതമായ ഒരു പ്രകാശം ഉണ്ടെന്നുള്ളതാണ് വസ്തുത. തൃശ്ശൂർ അതിരൂപത എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്, ഭാരതത്തിലെ സഭയിൽ അറിയപ്പെടുന്നുണ്ട്, കേരളത്തിലെ സഭയിൽ അറിയപ്പെടുന്നുണ്ട്, സീറോ മലബാർ സഭയിലും അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആദർശധീരന്മാരും നേതൃത്വ വൈഭവവുമുള്ള പിതാക്കന്മാരെ ഒന്നിനു പിറകെ ഒന്നായി ലഭിച്ചു. അഭിമന്യ ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ പേരിവിടെ പരാമർശിച്ചു അങ്ങനെയുള്ള പിതാക്കന്മാരുടെ നേതൃത്വം തുമ്പി പിതാവിലൂടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിലാണ്. പിതാവ് ഈ അടുത്ത കാലത്ത് എനിക്ക് നേരിടേണ്ടി വന്ന പ്രതികൂല പ്രതിഭാസങ്ങളെക്കുറിച്ച് പരാമർശിച്ച് സംസാരിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ സഭാപ്രവർത്തനത്തിൻ്റെ അകവും കുറവും അപ്പാടെ മനസ്സിലാക്കുന്നവനാണ് നിങ്ങളുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. സഭാപ്രവർത്തനത്തിൽ ഒരു സീനിയർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ എല്ലാം പറയുകയും അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സഭാപ്രവർത്തനത്തിൽ മുന്നേറുന്നത്. ഈ അതിരൂപതയുടെയും അദ്ദേഹത്തിൻ്റെയുമായിട്ടുള്ള സ്ഥാനത്ത് അംഗീകരിച്ചുകൊണ്ടുകൂടിയാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് പിതാവ് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം മനസ്സിലാകും. എന്തെല്ലാം എതിർപ്പുകളോ പ്രയാസങ്ങളോ വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഒക്കെ ഉണ്ടായാലും പതറാതെ ഞാൻ നിൽക്കുന്നതിൻ്റെ അതിന് കാരണം അതിൽ യാതൊരു കഴമ്പുമില്ല, സത്യവുമില്ല എന്നതിന് അഭിമന്യ പിതാവ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സഭയിലെ എല്ലാ പിതാക്കന്മാരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പിതാവ് പറഞ്ഞതുപോലെ സഭയിൽ ചിലരുടെ പ്രവർത്തനങ്ങളുടെ ശൈലികളെല്ലാം മാറി വരുന്നു. ഈ മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് ഇന്നത്തെ മാധ്യമ പ്രവർത്തനവും ഒരളവിൽ കൂട്ടു നിൽക്കുന്നുണ്ട്. സഭ എല്ലായിടങ്ങളിലും വിമർശിക്കപ്പെടുകയാണ്. സഭയിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് പിതാവ് പറഞ്ഞു, അത് ശരി തന്നെ. പക്ഷേ ഈ കുറ്റങ്ങളും കുറവുകളും എല്ലാം സഭയുടെ തലത്തിൽ തന്നെ പരിഹരിക്കപ്പെടുന്നവയാണ്. ഇവിടെ മോൺസിഞ്ഞോർ കാക്കശ്ശേരിയെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇടവകയിലെ പ്രശ്നങ്ങൾക്കുമായിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് കാക്കശ്ശേരിയത്തിനായിരിക്കും കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും പിതാവിൻ്റെ അടുത്തേക്ക് അത് പോകുന്നത്. അച്ഛനതെല്ലാം ശാന്തതയിലാക്കി പിതാവിനെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന രീതിയിലാക്കി കൊടുക്കും. അതാണ് ഈ വികാരിമാരുടെ ജോലി. ഞാൻ നിങ്ങളോട് പറയുകയാണ്, സഭയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ശുശ്രൂഷയാണ് വികാരിമാരുടെ. ഞാനൊരു വികാരിമാരായി മെത്രാൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ അച്ഛന്മാരുടെ കൂടെ ഇടികൊള്ളുന്നവനാണ് ഈ വികാരിമാർ. അതുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന അദ്ദേഹം ചെയ്യുന്നത് പോലെ സഭയിലെ എല്ലാ പിതാക്കന്മാരും സെനഡിൽ ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ വരുന്ന നൂതന പ്രവണതകളുടെ നിഷേധാത്മകമായ വശങ്ങൾ, നൂതന പ്രവണതകളിൽ നന്മയും നൂതന പ്രവണതകളിലെ നിഷേധാത്മകമായിട്ടുള്ള എല്ലാ അംശങ്ങളെയും തള്ളിക്കൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ച കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ ഏതായാലും പിതാവിനോട് തൃശ്ശൂർ അതിരൂപതയോട് നിങ്ങൾ സീറോ മലബാർ സഭയോട് പ്രഖ്യാപിച്ച കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കും. പ്രിയമുള്ളവരെ, ഈ അതിരൂപതയിൽ എല്ലാ പ്രവർത്തനങ്ങളും സീറോ മലബാർ സഭയ്ക്ക് അഭിമാനം വരുത്തുന്ന പ്രവർത്തനങ്ങൾ. സാർവത്രിക സഭയുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാവിധ സിനഡുകളുടേതായ പ്രബോധനങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളും അതോടൊപ്പം CBCIയുടെയും KCBCയുടെയും നമ്മുടെ സീറോ മലബാർ സഭാ സിനഡിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളെ അഭിനന്ദ പിതാവ് ഉത്തര
ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാലം മുതൽ അക്ഷരശ ഇവിടെ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയേറെ സ്തുത്യർഹമായ ഒരു മേലത്തെ ശുശ്രൂഷയാണ്. നിങ്ങളത് ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം സഭയുടേതായ എല്ലാവിധ ചലനങ്ങളും ഒരു പ്രാദേശിക സഭയായ നിങ്ങളുടെ കൂട്ടായ്മയിൽ പ്രതിഫലിക്കുന്നു എന്ന് കാണുമ്പോൾ സഭ തന്നെ ഇവിടെ സന്നിഹിതമാവുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സഭയുടെ ആ ശക്തി ആത്മായ ലോകത്തിൽ വ്യാപിക്കുന്നത് കുടുംബ കൂട്ടായ്മകളിലൂടെയാണ്. ഗാർഹിക സഭ എന്ന് പറയുന്നത് സാർവത്രിക സഭയുടെയും കർത്താവായ യേശു മിശിഹായുടെ ഭൗതിക ശരീരത്തിൻ്റെതുമായിട്ടുള്ള ഒരു അണുരൂപമാണ്, ഒരാറ്റം പതിപ്പ്. അപ്പോൾ ആ അനുരൂപത്തിൽ നിൽക്കുന്ന ആ കുടുംബങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ആ തലങ്ങളിലാണ് സഭയുടെ ചൈതന്യം വ്യാപിക്കുന്നത്. സഭ എന്ന് നമ്മൾ പറയുന്ന മിശിഹായോട് കൂടിയുള്ള വിശ്വാസികളുടെ കൂട്ടായ്മ ആരാധനയിലും അതുപോലെ തന്നെ കൃപയുടെ അനുഭവത്തിലും ഭൂതാശകളുടെ അനുഭവത്തിലും വചനപ്രഘോഷണത്തിലും സ്നേഹപ്രവർത്തനങ്ങളിലെല്ലാം വ്യാപിച്ചു നിൽക്കുമ്പോൾ അത് വന്ന് അല തല്ലി അടിക്കുന്നത് ഈ കുടുംബ കൂട്ടായ്മകളിലാണ്, നിങ്ങളിലാണ്. ഓരോ കുടുംബത്തിലുമാണ്, കുടുംബങ്ങളുടെ കൂട്ടായ്മകളിലുമാണ് അങ്ങനെ സഭയുടെ സന്നിഹിതമാവുകയാണ്. അതുകൊണ്ട് കുടുംബ കൂട്ടായ്മകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് സഭയിൽ. അത് പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ നിർവഹിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെല്ലാവരും ഈ ഒരു വർഷം, ഈ 2 വർഷം പ്രവർത്തന നിരതരായെന്നും അതിൽ പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭാ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന കുടുംബ കൂട്ടായ്മകളുടേതായ ഒരു ആഘോഷം ഈ തൃശ്ശൂരിൽ നടത്തുന്നു എന്ന് വരികയും ഈ അടുത്ത കാലത്തൊന്നും ശിവ മലബാർ സഭയിലെ ഒരു രൂപതയിൽ ഞാനിത് കണ്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങളെ അനുകരിച്ചു അവരുമൊക്കെ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ചെയ്യേണ്ടതാണ്. കുടുംബ കൂട്ടായ്മകൾ സജീവമായിക്കൊണ്ട് ഒരു പ്രാദേശിക സഭയുടെ അല്ലെങ്കിൽ രൂപതയുടെ അതിരൂപതയുടേതായ പ്രവർത്തനം അതിരൂപത മുഴുവൻ വ്യാപിക്കണം. ഇപ്പോൾ നിങ്ങളെ ഇവിടെ ഈ പ്രതലത്തിൽ വ്യാപിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകൾ ഈ അതിരൂപതയിൽ വ്യാപിച്ചു നിൽക്കുമ്പോൾ സഭ ഇവിടെ സജീവമാണ്. മിശിഹ ഇന്നും ഇവിടെ സംസാരിക്കുകയാണ്. മിശിഹായുടെ സ്നേഹം എന്നും ഇവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉന്നത ശുശ്രൂഷകളുടെ മേഖലകളുണ്ടല്ലോ, സ്കൂളുകൾ, കോളേജുകൾ, സാങ്കേതിക വിദ്യാലയം, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതുപോലെ തന്നെ മറ്റെല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളുടേതുമായിട്ടുള്ള മേഖല. പ്രളയത്തിൽ നിങ്ങൾ കാഴ്ചവെച്ച മാതൃകാപരമായ സംഭാവനയെ ഞാനും അനുമോദിക്കുന്നു. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത്. നല്ല സമയാക്കാരത്തെ ഉടമയുടെ കർത്താവ് പഠിപ്പിച്ചത് അതാണ്. ആവശ്യക്കാരൻ എവിടെയോ അവിടെ ഓടിയെത്തുക, വേദന അനുഭവിക്കുന്ന എവിടെയോ അവിടെ ആശ്വാസമായി ചെല്ലുക, മരണത്തിലൂടെ കടന്നു പോകുന്നവന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഓടി ചെല്ലുക, അത്യാഹിതങ്ങൾ സംഭവിക്കുന്നിടത്ത് അവിടെ പരിചരണവുമായിട്ട് ചെല്ലുക. ഇത് ക്രൈസ്തവന്റെ കടമയാണ്. ആ നല്ല സമയാക്കാരൻ്റെ ദൗത്യം ഏറ്റവും അധികം നിർവഹിക്കുന്ന ഒരു അതിരൂപതയാണ് തൃശ്ശൂർ. അഭിമന്യമുള്ള ഉളമതാവിൻ്റെ കാലത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരുന്നു മുൻതൂക്കം. ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഒന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പോയി സന്ദർശിച്ചു. അത് മനക്കൊടിയിൽ ബഹുമാനപ്പെട്ട ആന്റണി കൊള്ളന്നൂരച്ചൻ ഇപ്പോൾ ആയിരിക്കുന്ന, ഇതിനു മുമ്പേ നമ്മുടെ ജിയോ കടവിലച്ചനായിരുന്നു ആ അനാഥാലയം. അവിടെ സിസ്റ്റേഴ്സും അച്ഛൻ നമ്മുടെ അതിരൂപത മൗണ്ട് സഭാ കാര്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന ചാൻസലറായിരുന്നതുകൊണ്ട് സ്ഥലമാക്കുന്നപ്പോൾ ഞാൻ ചെന്ന് സന്ദർശിച്ചതാണ്. ഉച്ചഭക്ഷണം അവരോടൊപ്പമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു, അഭിയന്തം മുട്ടുകുളം പിതാവിൻ്റെ ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾക്കും പിതാവ് ഏറ്റെടുക്കാൻ പഠിച്ചു. ഇപ്പോഴിതാ അഭിമന്യ ആൻഡ്രൂസ് പിതാവ് തുടങ്ങി വെച്ചതും പുതിയതുമായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുമായി നിങ്ങളെ സധൈര്യം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പിതാവിൻ്റെ ഈ നേതൃത്വം വേണ്ടത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ അതിരൂപതയിൽ നിങ്ങൾ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ
രണ്ടാമൻ പറഞ്ഞു, ഒരു വിശ്വാസം സംസ്കാരമാകുന്നില്ലെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമല്ല. ഇവിടെ വിശ്വാസം സംസ്കാരമായിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ നഗരം തന്നെ സാംസ്കാരിക നഗരമാണ്. ഇവിടെ ഇതര മതങ്ങളുടേതായിട്ടുള്ള വിശ്വാസ ആചാരങ്ങളുടേതായ ഒരു പൂരം എന്ന് പറഞ്ഞതുപോലെ ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ പൊടിപൂരം ഈ തൃശ്ശൂരിൽ ഇനിയും വളർന്ന് പന്തലിച്ച് ശോഭിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശം. അങ്ങനെ ഇവിടെ സിറോ മലബാർ സഭയുടെയും ശാബത്തിന്റെ സഭയുടേതുമായിട്ടുള്ള ചൈതന്യം പ്രകാശിക്കുമ്പോൾ മീശിഹായുടെ രാജ്യം ഇവിടെ സംസ്ഥാപിതമാണ്. ജനഹൃദയങ്ങളിലേക്ക് അത് വ്യാപിക്കുകയാണ്. അങ്ങനെ അത് വ്യാപിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അതിരൂപതയിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത, വൈദികരും ആത്മായരും തമ്മിലുള്ള അവിഭാജ്യമായ ഒരു ബന്ധം. നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ അത് മാനുഷികമാണ്. പക്ഷേ എന്ന് വരികിലും നിലനിൽക്കുന്ന ഒരു ബന്ധം അതിൻ്റെ അടിസ്ഥാനപരമായി. നിങ്ങളാരും നിങ്ങളുടെ ഒരു വൈദികനെ പൂർണ്ണമായിട്ട് തള്ളി പറയുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വൈദികർ ഒരിക്കലും നിങ്ങളുടെ ജനങ്ങളെ പൂർണ്ണമായിട്ട് തള്ളി പറയുകയില്ല. അവരോട് അടിസ്ഥാനപരമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചൈതന്യം ഇവിടെയുണ്ട്. ഞാൻ ഇപ്പോൾ മൗണ്ട് സെൻറ് തോമസിൽ ആൻറ്റി കൊള്ളഞ്ഞൂരച്ഛൻ്റെ പിൻഗാമിയായിട്ട് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് മറ്റൊരു ചാൻസലർ അച്ഛനെ നിയമിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ വിൻസെൻ്റ് ചെറുവത്തൂരച്ഛനാണ്. ഇവിടെ ഇരിപ്പുണ്ട്. തൃശ്ശൂർക്കാരെ മാത്രമേ ചാൻസലറാക്കാൻ കൊള്ളത്തുണ്ടെന്നുള്ളതൊന്നുമല്ല കേട്ടോ. പക്ഷേ എങ്കിലും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഈ വിൻസെൻ്റ് ചെറുവത്തൂരച്ഛൻ ആമ്പക്കാടുന്നൊരു പള്ളിയിൽ ഇരുന്നില്ല. ആ കുഗ്രാമത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അച്ഛൻ അവിടെ ഇരുന്ന് എന്തോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞ് അച്ഛനിപ്പോൾ മൗണ്ട് സെൻറ് തോമസിൽ വന്നപ്പോൾ വന്നതിന് ശേഷം ആമ്പക്കാട് നിന്ന് അങ്ങോട്ടൊരു ജനപ്രവാഹം. ഇടയ്ക്കിടയ്ക്ക് അവർ വരികയാണ്. നേർച്ച കാഴ്ചകളുമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന നേർച്ച കാഴ്ചകളെ പൊതു സമൂഹത്തിനും അവിടെ ഉപകരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ജനങ്ങളുടെ ഒരു വികാരിയച്ഛനോടുള്ള ഈ താല്പര്യം. അവിടെ വേറെ അച്ഛന്മാരുണ്ട്, അവരൊക്കെ പള്ളികളിൽ ഇരുന്നിട്ടുള്ളവരാണ്. അവർ മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്ന് വരികിലും ഈ തൃശ്ശൂർ അതിരൂപതയിലെ ഈ വൈദിക ആത്മായ ബന്ധം അത് വളരെയേറെ ശക്തമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഏത് കാരണത്താലും അതിനൊരു തടസ്സം വരാൻ പാടില്ല. അത് സഭയുടെ ശക്തിയാണ്. ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ കൂട്ടായ്മ, അതാണ് സഭ. അതുകൊണ്ട് ഇടയനെ ഒരിക്കലും, വലിയ ഇടയനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സഭയുടെമാരായിട്ടുള്ള വൈദികരോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഏത് പ്രശ്നമുണ്ടായാലും അത് ഒന്നിച്ച് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ആ പ്രശ്നങ്ങളെ നിങ്ങൾ സമീപിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഒരിക്കലും പ്രശ്നങ്ങൾക്ക് നമ്മളെ അടിമപ്പെടുത്താനുള്ളവയല്ല. നമ്മുടെ വളർച്ചയുടെ പടവുകൾ മാത്രമാണ് പ്രശ്നങ്ങളെ നമ്മൾ ഒരിക്കലും നമ്മളെ തോൽപ്പിക്കുവാനുള്ള അവസരങ്ങളായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് വൈദികരും അൽമായരും തമ്മിലുള്ള ഈ ബന്ധം ഇവിടെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ കുടുംബ കൂട്ടായ്മകളെ, ഈ കാണിക്കലച്ചൻ, അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരും കൂടി ഇത്രയും സജീവമാക്കി നിലനിർത്തുന്നത് തീർച്ചയായിട്ടും അഭിമന്യ ആൻഡ്രൂസ് പിതാവിൻ്റെ ഉജ്ജ്വലത്തായ പ്രഭാഷണങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധിയും നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നെല്ലാം എനിക്കറിയാം. ഇതുവരെയും ഈ താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളും വാസ്തവത്തിൽ നമ്മുടെ പ്രശംസ അർഹിക്കുന്നു. ഈ മാഡം റജീനയെക്കുറിച്ചൊരു വാക്ക്, ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു അഭിമാന ഭാജനമാണ് ശ്രീ റജീന. ഇപ്പോൾ മാഡം റജീനാവിലെ പ്രൊഫസർ റജീന എന്ന് ഇന്ത്യയിലെ സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും CBC തലത്തിലും മറ്റെല്ലാ തലങ്ങളിലും ഈ വലിയ സ്ത്രീയുടെ ശബ്ദം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നു. അങ്ങനെ ഒരു വനിതാ പ്രാതിനിധ്യം സഭയിലേക്ക് വന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. റജീന നമ്മുടെ സഭയ്ക്ക് ഒരു ഭൂഷണമാണ്. സ്ത്രീകൾക്ക് വാസ്തവത്തിൽ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. റജീനയെ നമ്മൾ ഈ അടുത്തിടെ നമ്മുടെ സിറോ മലബാർ സഭയുടെ ഒരു വക്താവായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക വക്താവ്, സ്പോക്സ് പേഴ്സൺ. ഈ ചാനലുകളിലൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ വന്ന് നമ്മുടെ സഭയെയും സഭാ ശുശ്രൂഷകരെയും ഒക്കെ ശക്തമായിട്ട് ഉള്ള
പ്രതിഷേധിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് സ്ത്രീകൾ 3 പേരെ ഇപ്രാവശ്യം ഔദ്യോഗിക വക്താക്കളായി സിനഡ് അംഗീകരിച്ചിരിക്കുകയാണ്. പിതാക്കന്മാരുടെ അഭിപ്രായത്തോടു കൂടിയാണ്. അതിലൊരു പ്രമുഖ വനിതയാണ്, 3 പേരിൽ ഒരു പ്രമുഖ വനിതയാണ് പ്രൊഫസർ ഡോക്ടർ റെജീന മേരി എന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അഭിനയിക്കുകയാണ്. റെജീനയെ ഇനി നിങ്ങൾ ചാനലുകളിലായിരിക്കും കാണുന്നത്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്, വനിതകളുടെ പ്രശ്നങ്ങൾ ഒക്കെ മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ തന്നെ സംസാരിക്കട്ടെ സഭയ്ക്ക് വേണ്ടിയിട്ട് എന്ന് നാം കരുതി. 3 സ്ത്രീകളെ, 2 വൈദികരെ, ബാക്കി 6 പുരുഷന്മാർ. ഇങ്ങനെയാണ് ഔദ്യോഗിക വ്യക്തികൾ 11 പേരെ നിയമിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ അതിരൂപതയിൽ നിന്ന് സന്ദേശങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് തുടങ്ങിയെന്ന് ഇവിടെ അനൗൺസ് ചെയ്തല്ലോ. അതിൽ ഞാൻ സന്തോഷവാനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശുശ്രൂഷയുടെ സ്വഭാവം പൊതുജനം അറിയണം. ഇതര മതസ്ഥരറിയാം, രാഷ്ട്രീയ ശക്തികളറിയാം, അതുപോലെ തന്നെ ഇതര സമുദായങ്ങളറിയാം. അങ്ങനെ സഭ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കുവാൻ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് മുന്നോട്ട് വന്ന് തൃശ്ശൂർ അതിരൂപതയെ അഭിനന്ദിക്കുന്നു. ഇതും ആദ്യത്തെ കാൽവയ്പാണ് നമ്മുടെ സഭയിലെന്ന് ഞാൻ കരുതുന്നു. അതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ കത്തോലിക്ക സഭയിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ പത്രത്തിലൂടെ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കത്തോലിക്ക കോൺഗ്രസിലൂടെ, ദീപിക ദിനപത്രത്തിലൂടെ ഒക്കെ കൊടുക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുടെ ശക്തിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിതാവ് അതെടുത്ത് പറഞ്ഞു, ഓരോ ഭവനത്തിൽ പറ്റുന്ന കത്തോലിക്ക സഭ നിങ്ങളെല്ലാവരും വായിക്കണം. അതുവഴിയായിട്ടാണ് ഈ പ്രാദേശിക സഭയെ എങ്ങനെ അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നയിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നത്. സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭാ മേലധ്യക്ഷന്മാരുടെ സ്വരങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഓരോ വീട്ടിലും എത്തുന്നത് പോലെ ദീപികയും ഓരോ വീട്ടിലും എത്തുവാൻ പ്രിയമുള്ളവരെ നിങ്ങളെ മുൻകൈ എടുക്കണം. അഭിമന്യ പിതാവ് ദീപികയ്ക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതികളുമായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ അത് നിങ്ങൾ സദാത്മന പിന്തുണ കൊടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പണ്ടിവിടെ കട്ടുണ്ടായിരുന്നു. കാത്തലിക് യൂണിയൻ ഓഫ് തൃശ്ശൂർ അഭിമന്യ ജോസഫ് കൊട്ടുകുളം പിതാവിൻ്റെ കാലോചിതമായ ഒരു സംഭാവനയാണ് കട്ട്. ആ കട്ട് ഈ വന്നിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ നമ്മുടെ സഭ ഒരു സ്വയം ഭരണാവകാശമുള്ള സുവീജൂരി ചർച്ചായിരിക്കുന്നത് മനസ്സിലാക്കിയ പിതാവ് അതിനെ കത്തോലിക്ക കോൺഗ്രസ്സാക്കി മാറ്റി. ചരിത്രത്തിന് നിർണായകമായിരുന്ന ആ സമ്മേളനം ഞാൻ ഓർക്കുന്നു. പിതാവിൻ്റെ പ്രഖ്യാപനവും നിങ്ങൾ സ്വീകരിച്ച് കത്തോലിക്ക കോൺഗ്രസിൽ നിങ്ങളെല്ലാവരും അംഗങ്ങളാകുവാനായിട്ട് പിതാവ് ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയും ഇങ്ങനെ സഭയുടെ പൊതുവായ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കുകളായിക്കൊണ്ട് തൃശ്ശൂർ അതിരൂപത നമ്മുടെ ഭാരതത്തിലെ സഭയിലും സാർവത്രിക സഭയിലും നിറഞ്ഞു നിൽക്കുവാനിടയായി. അഭിമന്യ പിതാവിൻ്റെ സിനഡുകളിലെ പ്രാതിനിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ അടുത്തയിടെ പരിശുദ്ധ പിതാവ് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച്, ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ വിളിച്ചു കൂട്ടിയ 4 ദിവസത്തെ സമ്മേളനത്തിലും പിതാവ് നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് പോയിരുന്നു. പിതാവ് വളരെ ഫലപ്രദമായ ഒരു പങ്കാളിത്തം അവിടെ കാഴ്ചവെച്ചു. അങ്ങനെ പിതാവിൻ്റെ ഈ പ്രവർത്തനങ്ങളിലും സഭയുടെ പ്രവർത്തനങ്ങളിലും സിറോ മലബാർ സഭയുടെ കൂട്ടായ്മകളിലും പതിയേർന്ന് തൃശ്ശൂർ അതിരൂപത എന്നും ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ കുടുംബ കൂട്ടായ്മകളുടേതായ പ്രവർത്തനം ഇതര രൂപതകൾക്കും മാർഗദീപമാകുന്ന രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ സന്ദേശങ്ങൾ ഇതര രൂപതകളെയും അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യും. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളെവിടെ സമ്മേളിപ്പിച്ച അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ ഈ മഹാസംഗമത്തിൽ ഞങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാദേശിക സഭയുടെ തൃശ്ശൂർ അതിരൂപതയുടെ കൂട്ടായ്മയെ അങ്ങ് ശക്തിപ്പെടുത്തിയുള്ളൂ. അഭിമന്യ പിതാക്കന്മാരോടും വൈദിക പ്രതിനിധികളോടും ഞങ്ങൾ കുടുംബ കൂട്ടായ്മകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളോട് ചേർന്ന് തന്നെ ഞങ്ങളെ ഈ അതിരൂപതയോട് ചേർത്ത് നിൽക്കുകൊള്ളാം. എനിക്ക് നന്ദി. ഇവിടെ ഞങ്ങൾ കേട്ട സന്ദേശങ്ങളെല്ലാം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നവയാണ്. അവയ്ക്കെല്ലാം നന്ദി നടത്താറ്. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടിയുണ്ട്. അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിനെ വാക്ക് നയിക്കുന്നു. ഞങ്ങളെ
ഞങ്ങളുടെ പിതാക്കന്മാരെയും വൈദിക ശുശ്രൂഷകരെയും സന്യാസിമാരെയും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അതിരൂപതയെ ഇനിയും ഉന്നതങ്ങളിലേക്ക് നയിക്കുമാറാകണം. കർത്താവെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. ഞാൻ പിതാക്കന്മാരോട് ചേർന്ന് ആശീർവാദം നൽകുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും നമ്മുടെ അതിരൂപതയുടെ കൂട്ടായ്മയോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ